ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ആഗസ്റ്റ് 7, വിശുദ്ധ കജറ്റാൻ. പാവങ്ങൾക്കും രോഗികൾക്കും വേണ്ടി ജീവിച്ചവനെന്ന വിശേഷണത്താൽ അനുഗ്രഹീതനാണ് വിശുദ്ധ കജറ്റാൻ എന്ന ഇറ്റാലിയൻ വിശുദ്ധൻ. വിൻസെൻസെ എന്ന പ്രദേശത്ത് ക്രൈസ്തവ വിശ്വാസികളായ മാതാപിതാക്കൾക്ക് ജനിച്ച കജറ്റാൻ മാതാപിതാക്കളെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചൊരു സാധാരണ യുവാവായിരുന്നു. വിദ്യാഭ്യാസം നല്ല നിലയിൽ പൂർത്തിയാക്കാൻ അഭിഭാഷകനായി ജോലി നോക്കവേ ദൈവവിളി ഉണ്ടാക്കുകയും പുരോഹിതനാകാൻ തീരുമാനിക്കുകയും ചെയ്തു. എളിമ, ശാന്തത, അനുസരണം എന്നീ സദ്ഗുണങ്ങളാൽ സമ്പന്നനായിരുന്നു കജറ്റാൻ. ഒരിക്കൽ പോലും ദൈവഹിതത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയോ വാക്കോ അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടില്ല. കജറ്റാന്റെ ജീവിതത്തെ ഈ രീതിയിൽ വളർത്തിയെടുത്തത് അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു. കന്യാമറിയത്തിന്റെ സന്നിധിയിൽ മകനെ സമർപ്പിച്ച അമ്മയായിരുന്നു അവർ. റോമൻ കൂരിയയിൽ പുരോഹിതനായി 6 വർഷത്തോളം ജോലി നോക്കിയ ശേഷമാണ് കജറ്റാൻ തന്റെ യഥാർത്ഥ പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത്. മാറാരോഗങ്ങളാൽ വലയുന്നവരും ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ ഇടയില്ലാത്തവരുമായ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു ആശുപത്രിക്ക് വെനീസിൽ തുടക്കമിട്ടുകൊണ്ടായിരുന്നു അത് തുടങ്ങിയത്. തിയറ്റിൻസ് എന്ന പേരിൽ ഒരു പറ്റം പുരോഹിതരുമായി അദ്ദേഹം ഒരു സന്യാസി സഭയ്ക്കും കജറ്റാൻ ഈ സമയത്ത് തുടക്കമിട്ടു. വൈദിക ജീവിതത്തിന് പുതിയൊരു അർത്ഥവും വ്യാപ്തിയും കൊടുക്കുന്നതിന് കജറ്റാൻ തന്റെ പുതിയ സഭയിലൂടെ ശ്രമിച്ചു. പാവങ്ങളെ തേടി നഗരത്തിലൂടെ അലഞ്ഞു. രോഗികളെ തേടിച്ചെന്ന് അവരെ സമാശ്വസിപ്പിക്കുന്നതിലായിരുന്നു കജറ്റാൻ ശ്രദ്ധിച്ചു വന്നിരുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള തീവ്രമായ ഭക്തിയായിരുന്നു കജറ്റാന്റെ മറ്റൊരു ശക്തി. മാതാവിനോടുള്ള പ്രാർത്ഥനകൾ അദ്ദേഹത്തിന് കൂടുതൽ പ്രേക്ഷിത ജോലികൾ ചെയ്യുവാനുള്ള കരുത്ത് നേടിക്കൊടുത്തു. ഒരിക്കലൊരു ക്രിസ്മസ് ദിനത്തിന്റെ തലേന്ന് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കെ ഉണ്ണിയേശുവിനെയും കൈകളിലേന്തി കന്യാമറിയം കജറ്റാന് പ്രത്യക്ഷപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു. ഉണ്ണിയേശുവിനെ മാതാവ് കജറ്റാന്റെ കൈകളിൽ കൊടുത്തു. അങ്ങനെ മറ്റാർക്കും കിട്ടാത്ത അമൂല്യമായ സമ്മാനം കജറ്റാന്റെ ഭക്തി അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. പ്ലേഗ് രോഗം പടർന്നു പിടിച്ചപ്പോൾ രോഗികൾക്കിടയിൽ ആശ്വാസദൂതുമായി കജറ്റാൻ ഓടിച്ചെന്നു. അവരെ ശുശ്രൂഷിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പാവങ്ങളെ സഹായിക്കുന്നതിനായി ഒരു ബാങ്കിനും കജറ്റാൻ തുടക്കമിട്ടു. പിന്നീട് ബാങ്ക് ഓഫ് നേപ്പിൾസ് എന്ന പേരിൽ അത് പ്രസിദ്ധമായി. പാവങ്ങൾക്ക് പലിശയില്ലാതെ കടം കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ ബാങ്ക് സ്ഥാപിച്ചത്. 1547 നേപ്പിൾസിൽ വെച്ച് അദ്ദേഹം രോഗബാധിതനായി മരിച്ചു. 1671 പോപ്പ് ക്ലെമന്റ് 10 കജറ്റാനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്.